ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. വേറൊന്നുമല്ല, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഒരു വർഷം എന്ന് വളരെ ഗാംഭീര്യത്തോടെ ഞാൻ വന്നിരുന്ന് പറയുന്നുണ്ട് വെച്ചാലും വെറും 120 സബ്സ്ക്രൈബറേ എനിക്ക് ആയിട്ടുള്ളൂ. അതിനുള്ള കാരണം ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 1.5 മാസം ആവുന്നതേ ഉള്ളൂ. ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ആ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ നമ്മുടെ മടി മാറ്റുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മടി തന്നെയായിരുന്നു. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളും കൂടെ വന്നതുകൊണ്ടാണ് എനിക്ക് ഇടയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2018 ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അന്ന് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വലിയ വലിയ യൂട്യൂബർമാരുടെയൊക്കെ ഒപ്പം എത്തേണ്ട ഒരാളായിരുന്നു ഞാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അതിനുള്ള യോഗമില്ല. പോട്ടെ, ഇറക്കപ്പോട്ടെ. അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിലേക്ക് ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരാൻ നമ്മളിങ്ങനെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മൾ എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർ എന്നൊരു സംഭവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ സമയം മുതലാണ് യൂട്യൂബിലേക്ക് വന്നത്. മറ്റുള്ളവർ എന്തോ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ നമ്മുടെ വഴി കൂടെ പോകുന്നു. കാരണം മറ്റുള്ളവരെ ചിന്തിച്ച് ജീവിച്ചാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ എന്നുള്ള വലിയൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ഞാൻ കഴിഞ്ഞ 2025 മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഞാനൊരു ബേക്കറായിരുന്നു. ഹോം മെയ്ഡ് കേക്ക്സ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ വന്ന സാങ്കേതിക കാരണം എന്ന് പറയാൻ, ഫോണ് ഹാങ് ആയി തുടങ്ങി, കംപ്ലൈൻ്റ് ആയി തുടങ്ങി, വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പോയി ഫോണ് കയ്യിൽ നിന്ന് വീണ് പൊട്ടി പോയി. പിന്നെ ഏകദേശം 2 മാസത്തോളം ഒന്നും ഫോണിനെ കുറിച്ച് ചിന്തിച്ചില്ല. പിന്നീട് ഫോൺ മേടിച്ചു കഴിഞ്ഞപ്പോഴും അപ്പോഴത്തേക്ക് ഈ ബേക്കിംഗ് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം ഒരു കാര്യം, ഞാൻ കൺസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാത്തൊരു വ്യക്തിയാണ്. എനിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അതിലോട്ട് തിരിക്കാൻ കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. ഒന്നിലും പച്ചപിടിക്കുന്നില്ലല്ലോ എന്നൊരു ഫീലിങ്സിൽ ഞാനത് അവിടെ അങ്ങ് നിർത്തി. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ യൂട്യൂബിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് കയ്യിലുണ്ടല്ലോ, എന്തുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തുകൂടാ, അങ്ങനെ ഒരു ന്യൂ ഇയർ റെവല്യൂഷനൊക്കെ എടുത്തു. സ്വന്തം ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ എന്തും ചെയ്യാം, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാവണം എന്ന് വിചാരിച്ച് അങ്ങനെ കുറേ സ്വയം മോട്ടിവേഷനൊക്കെ ചെയ്ത് വീണ്ടും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. ആദ്യം ദിവസം ഓരോരോ ഷോർട്സ് വെച്ചിടാൻ തുടങ്ങി. ആദ്യത്തെ ഷോർട്സ് വലിയ കാര്യമില്ല, രണ്ടാമത്തെ കാര്യമില്ല, മൂന്നാമത്തെ മെല്ലെ വ്യൂസ് കൂടാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു സന്തോഷമായി തുടങ്ങി, ചെറിയ കോൺഫിഡൻറ്റ് കിട്ടി തുടങ്ങി. പിന്നീട് സബ്സ്ക്രൈബർ കൂടാൻ തുടങ്ങി. ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നോക്കുന്നത് സബ്സ്ക്രൈബർ കൂടിയോ, ഇന്നലെ ഇട്ട് ഷോർട്ടിന് എത്ര വ്യൂസ് കിട്ടി. അപ്പോൾ വ്യൂസ് കിട്ടുന്നതനുസരിച്ച് ഒരു സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് അത്രയും കോൺഫിഡൻറ്റ് കിട്ടി തുടങ്ങി. വീണ്ടും ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. അങ്ങനെ ചെയ്യാൻ പറ്റിയ കണ്ടന്റുകളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആസ് എ ഹൗസ് വൈഫ് എനിക്ക് എങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യണമെന്ന് ഇപ്പോഴും ഇതില്ല. ചില ദിവസം കണ്ടന്റുകൾ ആലോചിച്ച് തന്നെ ഇന്നലെ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല, ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടില്ല. ചിലത് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാൻ അത്ര കോൺഫിഡൻറ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഈ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 28 സബ്സ്ക്രൈബർ എങ്ങാണ്ടായിരുന്നു. ഞാൻ
ഇപ്പം 120 സബ്സ്ക്രൈബർ, അത്രയും സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടി എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. വീഡിയോ കാണുന്നവരോട് നന്ദിയുണ്ട്. വ്യൂസ് കൂടി കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും യൂട്യൂബിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല. ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. എല്ലാം ഇതെങ്കിലും ഈ യൂട്യൂബെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട്, ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകണം. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് എങ്ങനത്തെ വീഡിയോയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കമൻറ്റുകളൊക്കെ വീഡിയോയ്ക്ക് താഴെ തരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൂടെ ഇതുകൊണ്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വലിയൊരു പ്രസംഗം നടത്തും പോലെ എന്നൊരു മനസ്സിൽ വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നൊന്നും എനിക്ക് അത്ര വലിയ ഇതില്ല. വായി വരുന്നത് ഇങ്ങനെ ഇരുന്ന് പറയുന്നു. പല വീഡിയോസിൽ ഓൺ വോയിസിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചു പോകുന്നത്. പിന്നെ നമ്മളെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്ത് കളയും. നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നല്ലൊരു ഏകാന്തമായൊരവസ്ഥ കൂട്ടത്തിൽ അങ്ങനെ കൂട്ടുകാരായിട്ടോ വീട്ടുകാരായിട്ടൊന്നും ആരും അങ്ങനെ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പം നമ്മളെ കേൾക്കാൻ, നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും അറിയാൻ ഉള്ളൊരു പ്ലാറ്റ്ഫോമായും കൂടെ ഇത് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പം നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളുണ്ടാകും. നമുക്ക് ആരോടെങ്കിലും എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ. ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാലും അത് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതെൻ്റെ വലിയ കാര്യം. അങ്ങനെ കേട്ട് ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റോ അപാകതയൊക്കെ ഉണ്ടാച്ചാൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക. അപ്പോൾ 1 വർഷമായതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം പിന്നെ എന്തായാലും ഞാൻ വീഡിയോ ചെറുതായിരുന്നു വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കൂട്ടണം. ടാറ്റാ, ബൈ ബൈ, സി യു.